അകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിക്കണം. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം ഇടത്തോട്ടൊന്ന് വളച്ച് പിന്നെ വലത്തോട്ടൊന്ന് വളച്ച് തുറക്ക സീസൺ. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. നാഗവല്ലി മനോന്മണി വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. മലപ്പുറം മൂത്തേടം ചോളമുണ്ടയിൽ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന കാട്ടാന കസേരക്കൊമ്പൻ കുഴിയിൽ വീണ് ചരിഞ്ഞ നിലയിൽ. സ്വകാര്യ ആന വീണു. എന്താണ് ഒരു സൈഡ് വലിവ്? നീ പിടിച്ച് തള്ളല്ലേ? അപ്പൊ ഇവരായിരുന്നല്ലോ ഡ്രൈവർ. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വന്നു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. എങ്ങോട്ടാന്ന്? അറിയില്ല. എപ്പോ വരും? ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിയാ വരാം. വീട്ടിൽ പോടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. പുതിയതായി മൃഗശാലയിൽ എത്തിച്ച ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയത്. അക്രമ സ്വഭാവമുള്ളതിനാൽ മൃഗശാല അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റന്നാൾ മന്ത്രി ചിഞ്ചുറാണി ഇവിടെ എത്തി ഇവയ്ക്ക് മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. ബ്രേക്കിന് ഔട്ട് ചെയ്ത് ഞാൻ ഔട്ടിക്കോളാം. എവിടത്തെ കാര്യങ്ങൾ അറിയില്ല. എപ്പോ വരും? ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിയാ വരാം. വീട്ടിൽ പോടി. എടാ, പുളിസീൻ കാണാൻ കയറുമ്പോ കാലിങ്ങനെ പിണഞ്ഞു പിണഞ്ഞ് കയറി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായി. വളരെ സിമ്പിളാണ് പാടാ. നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. ബ്രേക്കിന് ഔട്ട് ചെയ്ത് ഞാൻ ഔട്ടിക്കോളാം. എവിടത്തെ കാര്യങ്ങൾ പിടിക്കവനെ എന്നെ. ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. 3, 4 വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി. പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊണ്ടേ, പായസം കൊണ്ടിട്ട് ഊഞ്ഞാൽ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ്. രാവിലെ ഒരു 8 മുട്ട, 2 ഗ്ലാസ് റവക്കഞ്ഞ്, പിന്നെ ഉച്ചക്കൊരു കോഴും കുറച്ച് പൊടിയരിക്കഞ്ഞും. ഉപ്പ് വേണ്ട. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാലേ ചെയ്യുന്ന പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ആൾക്കാര് നീലത്താർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചു പോന്നോളൂ. ഇഡ്ഡലിയും സാമ്പാറും കേട്ടാ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല.